ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒബീസിറ്റി, അതായത് അമിതമായി വണ്ണം ഉള്ള ഒരാൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ, മെയിൻലി അതിൻ്റെ ഓർത്തോപെഡിക് ബുദ്ധിമുട്ടുകൾ, നീ റീപ്ലേസ്മെൻറ്റും ഹിപ്പ് റീപ്ലേസ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഒബീസിറ്റി ഭയങ്കരമായിട്ട് കൂടി വരുന്ന ഒരു അസുഖമാണ്. അപ്പം അത് ബേസിക്കലി നമ്മുടെയൊക്കെ ലൈഫ് സ്റ്റൈലും ഫുഡ് ഇൻടേക്കും എക്സസൈസ് ഹാബിറ്റ്സും ഒക്കെ കൊണ്ടുവരുന്നതാണ്. ഒരു നോർമൽ ആയിട്ടുള്ള ഒരാളുടെ ഒരു മുട്ട് നടക്കുമ്പോൾ താങ്ങുന്ന വെയിറ്റ് 4 ഇരട്ടിയാണ്. അതായത് 100 കിലോ വെയിറ്റ് ഉള്ള ഒരാളുടെ ഒരു മുട്ട് 400 കിലോ ആണ് കൊണ്ട് നടക്കുന്നത്. അപ്പം ഒരു 150 കിലോ ഉള്ള ഒരാളുടെ മുട്ട് താങ്ങുന്ന വെയിറ്റ് നിങ്ങൾക്ക് ഉദ്ദേശിക്കാവുന്നതേ ഉള്ളൂ. അത് നോർമൽ ആയിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള ലെവലായിട്ടുള്ള ഗ്രൗണ്ടിൽ നടക്കുമ്പോൾ ഉള്ള കാര്യം കേട്ടോ. നമ്മൾ ഇരുന്ന് എണീക്കുമ്പോൾ സ്ക്വാട്ട്സ് ചെയ്യുക, സ്റ്റെപ്സ് കയറുമ്പോഴൊക്കെ ഈ റേഷ്യോ 7 ഇരട്ടി അല്ലെങ്കിൽ 8 ഇരട്ടിയാവും. അതുകൊണ്ടാണ് വണ്ണം ഉള്ളവരുടെ മുട്ട്, ഹിപ്പ് ജോയിൻറ്റും നീ ജോയിൻ്റൊക്കെ വേഗം തേഞ്ഞു പോകുന്നത്. അപ്പം ആക്ച്വലി സർജറി ഇല്ലാതെ നീ പെയിൻ മാനേജ് ചെയ്യണമെങ്കിൽ, അതായത് തേയ്മാനമുള്ള മുട്ട് സർജറി ഇല്ലാതെ മാനേജ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും 2 നല്ല കാര്യങ്ങൾ: ഒന്ന് വെയിറ്റ് കുറയ്ക്കുക, 2 ആ ജോയിൻറ്റ്, ഇപ്പം മുട്ടുവേദനയാണെങ്കിൽ മുട്ടിൻ്റെ ചുറ്റുമുള്ള മസിൽസ് ബലപ്പെടുത്തുക. വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞ പോലെ 4 ഇരട്ടി വെയിറ്റാണ് മുട്ടിക്കൂടെ പോകുന്നത്. 10 കിലോ കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 40 കിലോ മുട്ടീന്ന് മാറി കിട്ടുമ്പോൾ തന്നെ ആ പെയിൻ റിലീഫ് വരും. പിന്നെ വണ്ണം കുറയ്ക്കാനായിട്ട് ഓബ്വിയസ്ലി നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് വേണ്ടത്. വെറുതെ കുറച്ച് ഭക്ഷണം മാത്രം കുറച്ചുകൊണ്ട് കാര്യമില്ല. ഒരു മര്യാദയ്ക്കുള്ള ഒരു ഡയറ്റീഷ്യനെ കണ്ട് നമുക്ക് എന്തൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ട് റെഗുലർ ഹെൽത്തി ഹാബിറ്റ്സ് ഇൻകൾക്കേറ്റ് ചെയ്യുക. അതൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് തന്നെ വരുത്താതെ ഒബീസിറ്റി നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റില്ല.